السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. ചില ആളുകൾ എന്തെല്ലാം ചെയ്തു നോക്കും. പല നിലക്കുള്ള കച്ചവടങ്ങൾ, പല നിലക്കുള്ള കൃഷികൾ, മറ്റു പല നിലക്കും എങ്ങനെയെങ്കിലും ജീവിതം പച്ചപിടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലതും പ്രവർത്തിച്ചു നോക്കും. പക്ഷേ ഒന്നിലും ഗുണം പിടിക്കാത്തൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. സങ്കടത്തോടുകൂടെ പലരും ദുആ ചെയ്യാനൊക്കെ വേണ്ടി നമ്മോട് ആവശ്യപ്പെടാറുണ്ട്. സത്യത്തിൽ അതുപോലുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നാം അന്വേഷിച്ചു പോവുകയാണ് എങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായും അവർ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, അതവരിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ബറക്കത്തില്ലാതെ, ജീവിതത്തിൽ ഐശ്വര്യമില്ലാതെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നല്ല കാര്യങ്ങളിലേക്ക് നാം എപ്പോഴും മുന്നിലുണ്ടാവണം. പള്ളിയിൽ നടക്കുന്ന ജമാഅത്താവട്ടെ, ജുമുഅയാവട്ടെ, അതുപോലെ തന്നെ മറ്റു ആത്മീയ സദസ്സുകളാവട്ടെ, ആത്മീയമായ പ്രാർത്ഥന മജ്ലിസുകളാവട്ടെ, ഇതിലൊക്കെയും നാം മുൻനിരയിലുണ്ടായി അള്ളാഹുവിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഐശ്വര്യവും സന്തോഷവും ബറക്കത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യിപ്പിക്കുകയൊക്കെയാണ് എങ്കിൽ അവരുടെ ബിസിനസ്സിലാണെങ്കിലും അവരുടെ കൃഷികളിലാണെങ്കിലും മറ്റുമൊക്കെ അള്ളാഹു താല ഐശ്വര്യം നൽകും. കാരണം നാം എത്ര തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും അള്ളാഹു താല അതിൽ ബറക്കത്ത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണല്ലോ. ആ റബ്ബ് തീരുമാനിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഏത് മേഖലകളിലാണെങ്കിലും ഉയർച്ച, ഉന്നതങ്ങളിലേക്ക് നാം ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നന്മയിലേക്ക് വരാതെ അതിൽ മാറി നിൽക്കുന്നവർക്ക് അള്ളാഹു താല അവരുടെയും ഖൈർ ബറക്കാത്തുകൾ മാറ്റി നിർത്തുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തുകളിലേക്ക് വരാൻ വൈകുന്നൊരവസ്ഥ അവരിൽ കണ്ടപ്പോൾ നന്മയിലേക്ക് വരുന്നതിന് അവർ അമാദ കാണിച്ചപ്പോൾ, അതല്ലെങ്കിൽ മാറി നിന്നപ്പോൾ ഈ ഒരു അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർക്ക് നൽകിയൊരു ഉപദേശമുണ്ട്. എന്താണത്? തഖദ്ദമു ഫഅത്തിമ്മു ബി, നിങ്ങൾ മുന്നോട്ട് വരിക, സഫുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് എൻ്റെ പിന്നിൽ അണിയണിയായി നിങ്ങൾ നിൽക്കുക. വല്യത്തമബിക്കും മമ്പാദക്കും, നിങ്ങളെ പൂർത്തീകരിച്ച് നിന്നാൽ നിങ്ങൾ ശേഷം വരുന്ന ആളുകൾ നിങ്ങളെ കണ്ടുകൊണ്ടാണ് അവർ നിസ്കാരം പൂർത്തീകരിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിർവഹിക്കുന്നു, നിങ്ങൾക്ക് പിന്നിലുള്ളവർ നിങ്ങളെ കണ്ടുകൊണ്ട് നിസ്കാരങ്ങൾ പൂർത്തീകരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹു അസ്സ വജൽ, ചില ആളുകളുണ്ടല്ലോ അവർ ഖൈറായ കാര്യങ്ങൾ തൊട്ട് പിന്തും, അങ്ങനെ പിന്തി കഴിയുമ്പോൾ അല്ലാഹു തആലയും അവർക്ക് ഖൈർ നൽകുന്ന അതും അവനും പിന്തിച്ചു വെക്കുമെന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എങ്കിൽ നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, അല്ലാഹു തആല ധാരാളം ഭൗതികമായ സുഖസൗകര്യങ്ങൾ നൽകിയെങ്കിൽ അതിൻ്റെ പിന്നാലെ പായുന്നതിനിടയിൽ അല്പമെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് അതിലേക്കും നാം അതിൻ്റെ പിന്നാലെയും പാഞ്ഞ് അതിലേക്ക് ഉളരി വന്നുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജമാഅത്തുകളിലേക്ക് വരുമ്പോൾ സ്വഫുകൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. മുന്നിൽ സ്വഫിൽ വിടവുണ്ടാകുമ്പോൾ ആ സ്വഫ് പൂർത്തീകരിച്ച് നിൽക്കാതെ ബാക്കിയുള്ളവർ അതിലേക്ക് തട്ടിവിട്ടുകൊണ്ട് അതിലേക്ക് ഉന്തിവിട്ടുകൊണ്ട് ഈ വരുന്ന വ്യക്തി അദ്ദേഹം പിന്നിൽ തന്നെ നിൽക്കാനുള്ളൊരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ഇതെല്ലാം ഖൈറിന് തൊട്ട് പിന്തലാണ്. ഇങ്ങനെ പിന്തുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല സദസ്സുകൾ മുന്നിലിരിക്കുന്നതിന് പകരം എവിടെയെങ്കിലും ചാരിയിരുന്നു കൊണ്ടോ അതിൽ സദസ്സിൻ്റെ ഏറ്റവും പിന്നിൽ ഭാഗത്തൊക്കെ നിന്നുകൊണ്ട് നാം പിന്നോട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന നന്മകളിലും അല്ലാഹു തആല അതിന് പിന്നോക്കം വരുത്തുന്നൊരവസ്ഥ, അതല്ലെങ്കിൽ ഖൈർ തടഞ്ഞു വെക്കുന്നൊരവസ്ഥ നമുക്ക് സംജാതമാകാൻ അത് കാരണമായി തീരുമെന്നുള്ളത് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല നന്മകൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.